ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നേടിയ വളരെ വലിയൊരു വിജയം, അത് പാകിസ്ഥാനെ നമ്മൾ വളരെ ആധികാരികമായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്തു എന്നുള്ള ഒരു സംഭവത്തിന് അപ്പുറം അത് ചൈനയ്ക്കും ടർക്കിക്കും ഒക്കെ തന്നെ, ഈവൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും വലിയൊരു തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ച് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ചൈനയുടെ ആയുധങ്ങളാണല്ലോ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏറെക്കുറെ ഒരു നല്ലൊരു ശതമാനവും പാകിസ്ഥാന്റെ ആവനാഴിയിലുള്ള ആയുധങ്ങൾ ചൈനീസ് ആയുധങ്ങളായിരുന്നു. പിന്നെ ടർക്കിയുടെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ നമുക്ക് നമ്മളുടെ ശക്തി ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അതിൻ്റെ കൂടെ റഷ്യയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ തന്നെ ആയുധങ്ങളുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഏറെക്കുറെ നമ്മൾ വളരെ വ്യാപകമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നമ്മളുടെ ആയുധങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള അവർ ഡ്രോൺ മിസൈൽ അറ്റാക്കുകളെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തതും പ്രതിരോധിച്ചതും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അന്ന് മുതലേ കേൾക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും, പിന്നെ പാകിസ്ഥാൻ്റെ പ്രൊപ്പഗണ്ടയെ ചൂട് പിടിച്ചുകൊണ്ട് പടിഞ്ഞാറൻ മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഫൈറ്റർ പ്ലെയിൻസ് ആദ്യം 3, പിന്നെ 5, പിന്നെ 7, അങ്ങനെ നമ്പറുകൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടുകയായിരുന്നു. ഇന്ത്യയുടെ ഫൈറ്റർ പ്ലെയിൻസ് അടിച്ചിട്ടു എന്നുള്ള ഒരു വാദഗതി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നിട്ട് പഴയ ഫോട്ടോകളൊക്കെ എടുത്ത് അവർ പ്രചരിപ്പിക്കുകയും ഇമേജുകളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുകയോ ചെയ്തത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യം എന്നുള്ള കാര്യം. ശരിയാണ്. നമുക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇപ്പോൾ അമേരിക്ക ഗൾഫിലും മറ്റേടത്തുമൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ അവർ പോയി യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അവർ യുദ്ധം ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണൽ, അവരുടെ പട്ടാളക്കാരെ അവർക്ക് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഡാമേജുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റായിട്ടുള്ള വിക്ടറി അല്ലെങ്കിൽ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു വിജയമാണ് എപ്പോഴും നമ്മൾ യുദ്ധത്തിൽ നോക്കുന്നത്. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നു. റഷ്യ വലിയൊരു ശക്തിയാണ്, യുക്രൈൻ അത്രയും പോലും ഇല്ല. എന്നിട്ട് തന്നെ റഷ്യക്ക് എന്തുമാത്രം ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ യുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ടുള്ള ഡാമേജുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വർദ്ധിച്ച തോതിലുള്ള ഡാമേജുകൾ, നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ലോസ്, ഇതൊക്കെ ആർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ കുറച്ച് നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഡാമേജുകളോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പാകിസ്ഥാൻ്റെ ഉള്ളിൽ നമുക്ക് അവരുടെ ഒത്തിരി ഈ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, എയർബേസുകളും ഒക്കെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനും വളരെ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്ക് മിസൈൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഡ്രോൺ സ്ട്രൈക്ക് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ബ്രഹ്മോസ് അതുപോലുള്ള ആകാശ് മിസൈലുകളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പ്രിസിഷൻ ഗൈഡായിട്ടുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് പാകിസ്ഥാൻ്റെ മണ്ണിൽ ആക്രമണങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. പാകിസ്ഥാന് വളരെ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ നാശനഷ്ടങ്ങൾ, അവരുടെ പ്രത്യേകിച്ച് മിലിറ്ററി ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ നമുക്ക് നശിപ്പിക്കുവാനും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനും സാധിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു നമ്മളുടെ വിജയം ആണ് ചൈനയൊക്കെ പ്രത്യേകിച്ച് ചൊടിപ്പിച്ചത്. കാരണം തീർച്ചയായിട്ടും ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ വെളിച്ചത്തിൽ ഇരു രാജ്യങ്ങളുടെയും ആയുധങ്ങളെ ലോകരാജ്യങ്ങൾ വിലയിരുത്തുകയും ലോക മാർക്കറ്റിൽ അവർക്ക് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ആയുധ വ്യാപാര കമ്പോളത്തിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് വൻതോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള പ്രതിഫലനങ്ങളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത്. ചൈന അവരുടെ പല രാജ്യങ്ങളിലുള്ള എംബസിയെ ഉപയോഗിച്ചുകൊണ്ട് റഫേലിനെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനകളും വിവരങ്ങളും നൽകുകയും അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസ്റ്റീജിന് ഏറ്റ പ്രഹരം അവർ നികത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വലിയൊരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പഹൽഗാമിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന് ശേഷം നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റഫേൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യം വളരെ പ്രകടമാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള വിവരങ്ങൾ, പ്രസ്താവനകൾ, പ്രൊപ്പഗണ്ട നമുക്ക് പറയാം, പ്രൊപ്പഗണ്ട അടിച്ചിറക്കാൻ വേണ്ടി ചൈനയുടെ എംബസികളെ പല രാജ്യത്തുള്ള വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി റഫേലിനെ കുറിച്ച് അന്ന് മുതലേ അവർ ശ്രമിക്കുന്നുണ്ട്.
റഫേലിനെ പാകിസ്ഥാൻ അടിച്ചിട്ടു, ഷൂട്ട് ഡൗൺ ചെയ്തു, ആഹ് ഒത്തിരി റഫേലിനെ പിന്നെ ഷൂട്ട് ഡൗൺ ചെയ്തെന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ആദ്യം മുതലേ, അതിനുശേഷം ചൈനയൊക്കെ തന്നെ, പിന്നെ അവർക്ക് ചുക്കാൻ പിടിക്കുന്ന വെസ്റ്റേൺ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനകത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചൈന ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫ്രാൻസിൽ നിന്നുള്ള അവരുടെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികൾ അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഇക്കാര്യം വളരെ സത്യമാണ് അല്ലെങ്കിൽ വ്യക്തമായതായിട്ടും അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഫാൽ വിമാനങ്ങളുടെ വിൽപ്പനയും വിശ്വസ്തതയും തകർക്കാനാണ് ചൈന ശ്രമിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന റഫേൽ വിമാനങ്ങളെക്കുറിച്ചാണ് ശരിക്കും പറയുന്നത്. കാരണം ഇന്ത്യയുടെ കയ്യിലുള്ള ഇന്നത്തെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിമാനമാണ് റഫേൽ വിമാനം എന്ന് പറയുന്നത്. അപ്പോൾ റഫേൽ വിമാനം വളരെ മോശമായിരുന്നു. പാകിസ്ഥാൻ വളരെ എളുപ്പം അവർക്കത് ഷൂട്ട് ഡൗൺ ചെയ്യാൻ സാധിച്ചു. അത് വലിയ പ്രയോജനമുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒന്നുമല്ല എന്നുള്ള വ്യാജ പ്രചരണം ചൈനയുടെ ഭാഗത്തു നിന്നും അവരുടെ എംബസികൾ, പല രാജ്യത്തുള്ള എംബസികൾ വഴി അവരെ പല രാജ്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി, അതായത് റഫേൽ വിമാനം വാങ്ങുന്നതിൽ നിന്നും പല രാജ്യങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി അവരുടെ എംബസി അവർ ഉപയോഗിച്ചു എന്നുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത്, അന്വേഷണത്തിൽ ഫ്രാൻസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചപ്പോൾ കണ്ട് എത്തിയൊരു വിവരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ അകത്തേക്ക് നമ്മൾ പോകാതെ നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ റഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ചാലും ശരി, ഈ റഫേൽ വിമാനം നമ്മൾ അവരുടെ അകത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ട് പോലുമില്ല. കാരണം ചൈന കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ വളരെ പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു. അപ്പം അതിൻ്റെ ഇറിറ്റേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസൂയ ചൈനയിൽ നിന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് അന്ന് മുതലേ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കച്ചവടം കുറയാൻ പോകുന്ന ചൈനയ്ക്കാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ കൂടുകയും ചെയ്തു. കാരണം ഇന്ത്യയുടെ ആയുധങ്ങൾ വളരെ പ്രാഗൽഭ്യമുള്ളതാണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. അപ്പം ലോക ആയുധ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യക്ക് ഇപ്പം പല രാജ്യങ്ങളും അതിനുശേഷം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയും അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മളുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നമ്മളുടെ വെപ്പൺ സിസ്റ്റത്തിന് വേണ്ടിയൊക്കെ പല രാജ്യങ്ങൾ, ഇപ്പോൾ ബ്രസീലുമായിട്ട് നമ്മൾ പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ പോവുകയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജന്റീന, പിന്നെ ഓൾറെഡി ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള UAE, സൗദി, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ സമീപ ഭാവിയിൽ ഇന്ത്യയിൽ നിന്നും നമ്മൾ വികസിപ്പിക്കുന്ന അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കുവാൻ അവർ സന്നദ്ധത പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഒരു കരാറിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഓപ്പറേഷൻ സിന്ധു സമയത്ത് നമ്മളുടെ ഒന്നിലധികം റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഷൂട്ട് ഡൗൺ ചെയ്തെന്നാണ് പാകിസ്ഥാനും ചൈനയും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റേൺ മീഡിയാസ് കുറേയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും റോയിട്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള മീഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ അതിനെ പിടിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ മലയാളത്തിൽ ചില യൂട്യൂബേഴ്സ്, പ്രശസ്തരായിട്ടുള്ള ചില പിന്നെ എന്താണ് പറയുന്നത്, ഈ ജേർണലിസ്റ്റ് എന്നൊക്കെ അവകാശം വാദം ഉന്നയിക്കുന്ന ചില ആൾക്കാർ ആ ഒരു വെസ്റ്റേൺ മീഡിയാസിൻ്റെ റിപ്പോർട്ടിനെ പിന്തുടർന്നിട്ടാണ്, അല്ലെങ്കിൽ അത് വായിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് കേട്ടിട്ടാണ് ഇവിടെയും അവരാദ്യമൊക്കെ പിന്നെ ഇന്ത്യക്ക് വൻ നാശനഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ വൻ തോതിലുള്ള പിന്നെ എന്താണ് പറയുന്നത്, പാകിസ്ഥാൻ നമ്മളുടെ റഫേൽ വിമാനങ്ങളെ അടിച്ചിട്ടു എന്നൊക്കെയുള്ളൊരു വ്യാജ പ്രചരണം ആദ്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൈനയുടെ ഈ വിവിധ രാജ്യങ്ങളിലുള്ള എംബസികൾ പിന്നെ പ്രതിരോധ അറ്റാഷമാരെ ഉപയോഗിച്ച, കാരണം ഇതെല്ലാം ഏത് രാജ്യമായാലും അവരുടെ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൈ വർക്കിൻ്റെ ഭാഗമാണ്, ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ, ഇപ്പം ഇന്ത്യയുടെ ചൈനയിലുള്ള എംബസി ആയാലും, ചൈനയുടെ ഇന്ത്യയിലുള്ള എംബസി ആയാലും, ഇന്ത്യയുടെ US എംബസി ആയാലും, US ലോകം മൊത്തമുള്ള എംബസികളെല്ലാം തന്നെ അവരുടെ ഒരു ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെ അംബാസഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് മോറോർലെസ് ഈക്വലൻ ടു, അവരുടെ എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിൻ്റെ അംബാസഡേഴ്സ് എന്ന് പറഞ്ഞാൽ മോറോർലെസ് ഏറെക്കുറെ അവർ ഒരു സ്പൈ ഏജൻ്റ് എന്നോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഓഫീസറിന് തുല്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിനു വേണ്ടിയാണ് എല്ലാ രാജ്യങ്ങളും, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ എംബസികൾ സ്ഥാപിക്കുകയും ആ എംബസികളിൽ കൂടാണ് അവർ കൂടുതൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ എംബസി, ഇപ്പോൾ അമേരിക്കൻ എംബസി ഇന്ത്യയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫസ്റ്റ് ഹാൻഡായിട്ടുള്ള ഇൻഫർമേഷൻ ഇന്ത്യയെക്കുറിച്ച് അവർക്ക് ലഭിക്കും. അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ള അവരുടെ എംബസികൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചൈന ഈ പറഞ്ഞൊരു പിന്നെ വ്യാജ പ്രചരണത്തിന് വേണ്ടി അവരുടെ എംബസികളിലെ പ്രതിരോധ അറ്റാഷമാരെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അറ്റാഷമാരെ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇന്തോനേഷ്യ മുതലായിട്ടുള്ള രാജ്യങ്ങളിലെ റഫേൽ വിമാനങ്ങളൊക്കെ വാങ്ങിക്കുവാൻ വേണ്ടി അവർ ഏകദേശം
തയ്യാറായി വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യാജ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളെ അവർ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കണ്ടെത്തലിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ചൈനയുടെ JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ നിർബന്ധിച്ചതായിട്ടും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈന എത്രത്തോളം ഡേർട്ടി പ്ലേ ആണ്, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട കാരണം എല്ലാ രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ, കാരണം അവരുടെ പിന്നെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള നീച പ്രവൃത്തികളും എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഉപയോഗിക്കേണ്ടി വരും, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഇന്ത്യക്കും തീർച്ചയായിട്ടും അത് ഉപയോഗിക്കേണ്ടി വരും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. ഒരു രാജ്യത്തിൻ്റെ താല്പര്യം, ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളതിനെ ആ ഒരു കാഴ്ചപ്പാടോട് നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയായിട്ട് തോന്നുകയും മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യാം, സ്വാഭാവികമാണ്. ചൈനയെ സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനീസ് പൗരന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് ശരിയായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കത്ര അനുകൂലമായിട്ടുള്ളൊരു നിലപാടല്ല എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിലെ വ്യാജ പോസ്റ്റുകളെ AI നിർമ്മിത, കാരണം ഇന്ന് AI ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള എന്താണ് പറയുന്നത്, മാനിപ്പുലേഷൻസും നടത്താൻ സാധിക്കും, ഇല്ലേ? ഫേക്ക് ആയിട്ടുള്ള ഇമേജസും വീഡിയോസും ഒക്കെ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യയുടെ ഈ പറഞ്ഞ റഫേൽ വിമാനങ്ങളെ അടിച്ചിട്ടു എന്നുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസോ ഒക്കെ തന്നെ അവർക്ക് ഫേക്കായിട്ട് നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും ബാക്കിയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ തന്നെ സാധിക്കും. പിന്നെ സത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി കുറേ സമയമെടുക്കും, ഇല്ലേ? നമ്മുടെ ആ യുദ്ധസമയത്ത് ആർക്കും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു പെട്ടെന്നൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. പക്ഷേ യുദ്ധമൊക്കെ അവസാനിച്ച്, ഏത് രാജ്യങ്ങൾ തമ്മിലുള്ളതായാലും ശരി, യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിലായിരിക്കും ശരിക്കുള്ള സത്യങ്ങൾ വെളിവാകുന്നത്. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ മെയ് മാസമായിരുന്നു, ഇപ്പം ജൂൺ ജൂലൈ മാസമായി. ഇപ്പം ഏകദേശം അവരുടെ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള വികലമായിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ തെറ്റാണെന്നോ അല്ലെങ്കിൽ അവർ വെറുതെ പ്രൊപ്പഗൻഡ ആണെന്നോ ഒക്കെ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ഗെയിമുകളുടെ ക്ലിപ്പിങ്ങിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ, കാരണം ചൈനയും പാകിസ്ഥാനൊക്കെ അതിലൊക്കെ വലിയ മിടുക്കന്മാരാണല്ലോ തീർച്ചയായിട്ടും അതിൽ. അപ്പോൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം 1000-ലധികം സോഷ്യൽ മീഡിയ പേജുകൾ നിർമ്മിച്ചതായിട്ടും ഈ പറഞ്ഞ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചൈന ഇത് നിരസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ എന്താണ് പറയുന്നത്, ഡിസോൺ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ ആക്രാന്തം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയും വളരെ പിന്നെ അഗ്രസീവായിട്ട് പ്രൊവാക്റ്റീവായിട്ട് ഈ ലോക പ്രതിരോധ വിപണിയിലെ നല്ലൊരു എന്താണ് ശക്തനായിട്ടുള്ളൊരു പ്ലെയറായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇന്ത്യ ഇന്ന് ആംസ് വെപ്പൺസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളതിൽ ദ്രുതഗതിയിൽ അല്ലെങ്കിൽ നല്ല വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെയൊക്കെ ചൈനയെപ്പോലുള്ള രാജ്യം തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്നുണ്ട്. കാരണം ഈ ഇരു രാജ്യങ്ങളും അയൽ രാജ്യങ്ങളായതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് വലിയ രാജ്യങ്ങളായതുകൊണ്ടും, ഇല്ല, രണ്ട് കോമ്പറ്റീറ്റർ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ GDP-യിലൊക്കെ തന്നെ വലിയ അന്തരം ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ചൈന അവരുടെ നല്ലൊരു കോമ്പറ്റീറ്ററായിട്ട് മാത്രമാണ് ഇപ്പോഴും ഇന്ത്യയെ കാണുന്നത്, അതുപോലെ തിരിച്ച് ഇന്ത്യയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പറ്റീറ്റർ ആയിട്ട് ഇന്ത്യ ഇപ്പുറത്ത് നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് അവരുടെ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻസിന് പിന്നെ എന്താണ് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും, തിരിച്ച് ചൈന നമുക്കെതിരെ ചെയ്യുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ നമ്മൾ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയായി മാറുമ്പോൾ തീർച്ചയായിട്ടും അത് അലവസരപ്പെടുത്തുന്നത് ചൈനയെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ചൈന ഇത്തരത്തിലുള്ള ഡേർട്ടി പ്ലേ ഇപ്പോൾ കളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് 3 റഫാൽ ഉൾപ്പെടെ ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ ഷൂട്ട് ഡൗൺ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഫ്രഞ്ച് ഈ റഫേലിൻ്റെ നിർമ്മാതാക്കളായ ദസോ അപ്പം വാങ്ങാനിരുന്ന ഈ റഫേൽ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ വാങ്ങിയ കഴിഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിനകത്തിൽ സംശയം ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ പിന്നെ എന്താണ് പറയുക, കോമ്പറ്റീറ്റീവ്നെസ് അല്ലെങ്കിൽ പ്രാഗൽഭ്യത്തിൽ അല്ലെങ്കിൽ മേന്മയിൽ മെച്ചത്തിലൊക്കെ സംശയം പ്രകടിപ്പിക്കാനും ആശങ്ക പ്രകടിപ്പിക്കാനും ഒക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം നമ്മളിപ്പം ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള നമ്മളായാലും ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു കാർ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ മേടിക്കുകയോ ഇവനൊരു ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിറ്റേ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള റോങ് ആയിട്ടുള്ളൊരു
കമൻറ്റുകളും അല്ലെങ്കിൽ സജഷൻസും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആശങ്ക ഉണ്ടാവുകയും അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത് സംശയം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് വാങ്ങിച്ച അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരുന്ന ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും അവരുടെ മനസ്സൊന്നും അടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇന്ത്യ പരോക്ഷമായിട്ട് ഇന്ത്യയുടെ ആംഡ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര എണ്ണമാണെന്ന് ഇതുവരെ തീർച്ചയായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടില്ല. റഷ്യൻ നിർമ്മിത സുക്കോയ്, അതുപോലെ തന്നെ മിറാഷ് 2000, ഫ്രഞ്ച് നിർമ്മിത റാഫേൽ എന്നിങ്ങനെ 3 വിമാനങ്ങളെങ്കിലും ഇന്ത്യക്ക് നഷ്ടമായെന്നാണ് ഫ്രഞ്ചിൻ്റെ വ്യോമസേനയുടെ തലവൻ ജെറോം ബെല്ലാഗർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള എണ്ണങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളുടെ ആംഡ് ഫോഴ്സിൻ്റെ തലവന്മാർ പറയുന്നുണ്ട് അവരുടെ നേരത്തെ അവർ നടത്തിയിട്ടുള്ള പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ പ്രസ് മീറ്റിങ്ങിലൊക്കെ. പക്ഷേ കൃത്യമായിട്ട് റഫേലാണോ നഷ്ടമായത്, മിഗ് ആണോ മിറാഷ് ആണോ ഒന്നും തന്നെ, സുക്കോയ് ആണോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് മുതലായിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും എനിമി, കാരണം എനിമിയും ഒട്ടും മോശമായിട്ടുള്ള എനിമി അല്ലല്ലോ നമ്മൾ നേരിടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. പാകിസ്ഥാൻ ഇപ്പം നമ്മളെക്കാൾ ചെറിയ രാജ്യമാണെങ്കിൽ തന്നെയും അവരെ നമുക്ക് ഒരിക്കലും വില കുറഞ്ഞ് കാണാൻ സാധിക്കത്തില്ല, ഒരു ശത്രു രാജ്യമെന്ന രീതിയിൽ. ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏഹ്, നമ്മുടെ ഭാഗത്തും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കാൻ സാധിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വിജയം എപ്പോഴും ഒരു സൈഡിൽ മാത്രമായിരിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ നേട്ടം ഒരു സൈഡിൽ മാത്രമായിരിക്കത്തില്ലല്ലോ. രണ്ട് സൈഡിനും ഉണ്ടാകാം. പക്ഷേ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന രാജ്യം ആയിരിക്കും യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് എന്നുള്ള ഒരു വസ്തുത അവിടെ ഉണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ തന്നെയാണ്, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റതും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതും. അത് ഇന്ത്യയുടെ പിന്നെ നമ്മളുടെ പ്രാഗൽഭ്യം കൊണ്ട് തന്നെയാണ്, നമ്മുടെ ആയുധങ്ങളുടെ പിന്നെ നന്മ കൊണ്ടാണ്, മേന്മ കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് യുദ്ധസമാനമല്ല, യുദ്ധത്തിൽ റഫേലിന് നാശമുണ്ടാകുന്നത്, അഥവാ അതൊരു സത്യമാണെങ്കിൽ തന്നെ. കാരണം ഇത്രയും നാളും ഫ്രാൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ റഫേൽ വിമാനത്തിന് ഇതുപോലുള്ള കോൺഫ്ലിക്റ്റ് സോണിലോ അല്ലെങ്കിൽ മറ്റ് ഒരു രീതിയിലുള്ള ഡാമേജ് ഉണ്ടാകുകയോ ഡേഞ്ചർ ഉണ്ടാകുകയോ ഒന്നും തന്നെ, ആക്സിഡൻറ്റ് ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കാരണം ഇന്ത്യ മേടിച്ചിട്ടില്ല, ഉള്ളൂ അധികം വർഷങ്ങളും ആയിട്ടില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്, ആശങ്കയാണ്, ഇല്ലേ? പിന്നെ ഫ്രാൻസുമായിട്ടും നമ്മൾ ഉഭയകക്ഷി തലത്തിലും അവർ ഇതിൻ്റെ സോഴ്സ് കോഡ് തരാത്തതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഫ്രാൻസോടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വാർത്തകൾ, ഈ കെട്ടിച്ചമച്ച വാർത്തകൾ, ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ആയുധ വ്യാപാരം ചെയ്യുന്ന രാജ്യമാണല്ലോ. അതായത് അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഇപ്പോൾ രണ്ടാമത്തെ രാജ്യമാണ് ഫ്രാൻസ്. കാരണം റഷ്യ യുക്രൈൻ വാറിൽ ട്രാപ്റ്റ് ആയതുകൊണ്ട് അവരുടെ രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുകയും ഫ്രാൻസിന് രണ്ടാം സ്ഥാനം, ലോകത്തിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആയുധം വ്യാപാരം ചെയ്യുന്ന രാജ്യമായിട്ട് ഫ്രാൻസ് മാറുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബില്യൺ ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് ഫ്രഞ്ച് ആംസ് എക്സ്പോർട്ട് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരം ഈ മോശമായിട്ടുള്ള വാർത്തകൾ അവരുടെ പ്രതിരോധ മേഖലയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടാണ് നമുക്ക് ഈ പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ അവർ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കാനൊക്കെ ഫ്രാൻസിനെ പോലുള്ള രാജ്യത്തിന് കഴിയും, ഇന്ത്യക്കും കഴിയും, ഇല്ലേ? ഈ ചൈന വ്യാജ പ്രചരണത്തിലൊക്കെ, പാകിസ്ഥാനായാലും ചൈനയായാലും വ്യാജ പ്രചരണത്തിലൊക്കെ വളരെ മുമ്പിലാണ് എപ്പോഴും, എല്ലാ കാര്യത്തിലും നിന്നത്. അപ്പോൾ ഈ ഒരു വ്യാജ പ്രചരണത്തെ ശക്തമായിട്ട് നേരിടാൻ തന്നെയാണ് ഫ്രാൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ റഫേൽ വിമാനത്തെ ലക്ഷ്യമാക്കി വ്യാജപ്രചരണം നടത്തിയത് അത് ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല, അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ടതില്ലെന്നാണ് ഫ്രാൻസിൻ്റെ ഡിഫൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. 8ഓളം രാജ്യങ്ങളിലേക്ക് അവരിത് റഫേൽ വിമാനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ലോകത്തിൽ പിന്നെ ലഭ്യമായിട്ടുള്ളത് വെച്ച് ഏറ്റവും മികവുറ്റ ഒരു വിമാനം തന്നെയാണ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് തന്നെയാണ് റഫേൽ എന്നുള്ള സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം അവരുടെ ലോക കമ്പോളത്തിൽ അവർക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുത്തുവാൻ ഇത് സഹായകം ആകുമെന്നുള്ള രീതിയിലാണ് ചൈന. എന്നിട്ട് അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിനെ വിറ്റഴിക്കുക എന്നുള്ളൊരു, പിന്നെ പ്രത്യേകിച്ച് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയ്ക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് ചൈനീസ് ഈ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് J-17 അവരുടെ ആ ഫൈറ്റർ എയർക്രാഫ്റ്റ് വിറ്റഴിക്കുക എന്നുള്ളൊരു തന്ത്രം കൂടാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോൾ ഫ്രാൻസിൻ്റെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ളതിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധമാണ് റഫേൽ എന്ന് പറഞ്ഞത്. അവരുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫൈറ്റർ എയർക്രാഫ്റ്റാണ് റഫേൽ. അപ്പോൾ അതുകൊണ്ടാണ് റഫേലിന് ലക്ഷ്യം വെച്ചത്. അല്ലാതെ തീർച്ചയായിട്ടും ഇന്ത്യ വായ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടം അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ അടിസ്ഥാനമാക്കിയല്ല ചൈന ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യാജ പ്രചാരണം അവരുടെ എംബസി വഴി അവർ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അവസരങ്ങൾ മുതലെടുത്തിട്ട് ചൈനയുടെ യുദ്ധവിമാനങ്ങളുടെ വിൽപ്പന കൂട്ടാനും നടത്താനുള്ള ശ്രമം ത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ വ്യാജ പ്രചരണം. അത് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല എന്ന് ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം. കാരണം ഫ്രാൻസൊക്കെ വളരെ ശക്തരായതുകൊണ്ട്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് ആംസ് മാർക്കറ്റിലൊക്കെ അവർ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് പിന്നെ കളിക്കുന്ന ഒരു രാജ്യമായിട്ട് അവർക്കറിയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണമെന്നൊക്കെ ഫ്രാൻസിനറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ വ്യാജ പ്രചാരണം കൊണ്ടൊന്നും ഫ്രാൻസിനെ തളർത്താൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇന്ത്യയും തളർത്താൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയുടെ ആയുധങ്ങളുടെ മെച്ചവും മേന്മയും ഒക്കെ തന്നെ ലോകത്തിന് പിന്നെ തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിച്ചു എന്നുള്ള ഒരു വസ്തുത നമ്മളുടെ മുന്നിലുള്ളപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഈ വികലമായിട്ടുള്ള അവകാശവാദങ്ങളും വ്യാജ പ്രചരണങ്ങളും ജയിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. അത് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്ക് തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടിയായിട്ട് അത് വന്നു ചേരും എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഇത്രയും ഇവിടെ സംസാരിക്കാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതിലെല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.